വരാനുള്ളത് എങ്ങനെയാണെങ്കിലും നമ്മുടെ അടുത്ത് തന്നെ വരുമല്ലേ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എൻ്റെ വണ്ടി ചെറുതായിട്ടൊന്ന് തട്ടി ഗൈസ്. അതിന് ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയാണേ. വണ്ടി റിവേഴ്സ് എടുക്കുന്ന വഴിക്ക് നമ്മുടെ മതിൽ നിന്നുകൊണ്ട് തട്ടി, അത്യാവശ്യം പണിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ ഇൻ്റർവ്യൂവിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻ്റർവ്യൂവിന് അവർ വരാറായി. വെറൈറ്റി മീഡിയയുടെ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഇൻ്റർവ്യൂ ഫുള്ള് കാണുമ്പോൾ ഞാൻ എന്താണെന്നുള്ളതും എൻ്റെ ഡ്രൈവിങ് എന്താണെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതുപോലൊന്നും അല്ല. ഓക്കെ, അത് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു കഫ്താനാണ് ഇട്ടിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇടാൻ ഭയങ്കര സുഖമാണ്. അങ്ങനത്തെ ഒരു കഫ്താൻ ഇട്ടു. പിന്നെ പെട്ടെന്നൊരു ചെറിയൊരു ഫൗണ്ടേഷനും ഇട്ടിട്ട് ലിപ്സ്റ്റിക്കും ഇട്ട്. അത്രയുള്ള എൻ്റെ മേക്കപ്പ്. അല്ലാതെ നമുക്ക് ഹെവി മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒന്നാമതൊരു വീട്ടിലും കൂടിയാണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കണ്ടേ. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ഒക്കെ ഇട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനും അമ്മയും കൂടെ ഉള്ള ഇൻ്റർവ്യൂ ആണ്. പിന്നെ നമ്മുടെ ഹോം ടൂറും അതിലുണ്ട് കേട്ടോ. അതിൻ്റെ ഔട്ട് എന്നാ വരുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് ഈ ലിപ് ഷെയ്ഡ് ഞാനൊരു 2 വർഷം മുന്നേ വാങ്ങിച്ചതാണെന്നാണ് എൻ്റെ കണക്ക്. പക്ഷേ സൂപ്പറാണ്. സ്റ്റിൽ ഞാനതങ്ങ് സൂക്ഷിച്ച് ഇച്ചിരി ഇട്ടിട്ട് വയ്ക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇൻ്റർവ്യൂവിന്. നമ്മുടെ മസ്താനിയാണ് കേട്ടോ ആങ്കർ. വെരി നൈസ് പേഴ്സൺ. നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. എപ്പോഴും നമ്മൾ ഒരാളെ എങ്ങനെയാണ് വീഡിയോ കണ്ടൊന്നും ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. നേരിട്ട് കണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് വെറൈറ്റി മീഡിയ ഒരു മുതലാളി, അടുത്ത മുതലാളി നിൽക്കുന്നത് ഇതാണ് കേട്ടോ. അടുത്ത മുതലാളി. ഒരു കാര്യം എടുത്തു പറയാൻ, കഫ്താൻ നിങ്ങൾ മിസ് ചെയ്യരുത്. അത്രയ്ക്കും കിടിലമാണ്. ഞാൻ ടാഗ് ചെയ്തിരിക്കാം. ടാറ്റാ.